I request the presence of Jayan Maman Matthew, the Executive Editor and Director of Malayalam Manorama. May I request you on stage, sir? ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്, നമ്മൾ ആ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് സെലിബ്രേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ആരെടുത്തും ലാലേട്ടന്റെ റൺ, അതായത് സിനിമ ജേർണിയുടെ റൺ പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്നറിയാം. ബട്ട് അവർ ട്രിബ്യൂട്ട് ടു ഹിം, നമ്മുടെ മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് ലാലേട്ടന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു വിഷ്വൽ ജേർണി വീഡിയോ പ്ലീസ്. മോഹൻലാൽ 4 പതിറ്റാണ്ടിലേറെയായി ഓരോ മലയാളിയും കണ്ട ചലച്ചിത്ര സ്വപ്നങ്ങളിൽ വിസ്മയകരമായ ഒരു നടന പൂർണ്ണതയായി നിറഞ്ഞു നിൽക്കുന്നവരാണ്. ശരീരവും ശാരീരവും കൊണ്ടുള്ള സവിശേഷമായ ആ അഭിനയ ശൈലി ഇന്ത്യൻ ചലച്ചിത്ര നിഘണ്ടുവിൽ ഒരു പുതിയ വാക്ക് എഴുതി വെച്ച മലയാളം ലോക സിനിമയ്ക്ക് നൽകിയ അഭിമാന നക്ഷത്രത്തിന് സിനിമയിലെ ആജീവനാന്ത സംഭാവനകൾ മുൻനിർത്തി രാജ്യം നൽകുന്ന ഏറ്റവും വലിയ ആദരം, അതെ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. മലയാളം ലോക സിനിമയ്ക്ക് നൽകിയ അഭിമാന നക്ഷത്രത്തിന് സിനിമയിലെ ആജീവനാന്ത സംഭാവനകൾ മുൻനിർത്തി രാജ്യം നൽകുന്ന ഏറ്റവും വലിയ ആദരം, അതെ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഈ പുരസ്കാരം നേടുന്ന ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന സിംഹാസനത്തിലേക്കാണ് നമ്മുടെ ലാലേട്ടൻ നടന്നു കയറിയത്. ആ ആദരവ് വാനോളം ഉയർത്തിക്കൊണ്ട് മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ മഴവിൽ മനോരമയുടെ ഹൃദ്യമായ സ്നേഹാദരം. ശിലാമ്മ മമ്മൂക്കയും ചേർന്നാണ് പൊന്നാട അറിയിക്കുന്നത്. The Executive Editor and Director of Malayalam Manorama, Jayan Maman, along with Mammookka and Shilama, to present Lalatan with a citation. ഇതുപോലൊരു നിമിഷം ജീവിതത്തിൽ ഇനി കിട്ടില്ല. എന്റെ സ്വപ്നമായിരുന്നു. മതി മതി. ഇത് ശരിക്കും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഇത് കേരളത്തിന്റെ വിജയം തന്നെയാണ്, യാതൊരു സംശയമില്ല. നമുക്ക് അപ്പോൾ ലാലേട്ടനെ പറ്റി നമുക്ക് എടുത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അധിക പ്രസംഗമാണെന്ന് അറിയാം. എന്നാൽ ഈ ഒരു അവസരത്തിൽ പിന്നെ എന്തിനാണ് അധിക പ്രസംഗം പറയുന്നത്? അല്ലല്ല, ആ മോഹൻലാലിനെ പറ്റി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അടിക്കാൻ കുറെ കാലം. അപ്പൊ അതിന് ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയാണ് ഏറ്റവും കൂടുതൽ പൊക്കി അടിക്കുക? ഒന്നും പൊക്കി അടിക്കാനില്ല. ഇത് 40-45 വർഷത്തോളമുള്ള ആയുള്ള ഒരു തുടർ യാത്രയാണ്. ഈ 2 റെയിൽ പാളങ്ങളാണ്. 2 റെയിൽ പാളങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ട്രെയിൻ പോകും. ഇതെങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നിങ്ങളുണ്ടെങ്കിൽ എന്നും. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പറയാൻ വാക്കുകളേ ഇല്ല. കാരണം ഇവർ 2 പേരും ഇവിടെ നിൽക്കുമ്പോഴേ എനിക്ക് വെറിയലാണ് വാസ്തവത്തിൽ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇത്രയും വലിയ ആൾക്കാരുടെ ഇടയിൽ പറയാൻ വാക്കുകൾ എനിക്കില്ല. ഇങ്ങനൊരു ഭാഗ്യം ഇതിൻ്റെ ഭാരവാഹികൾ എനിക്ക് തന്നതിൽ എനിക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. മഴവിൽ മനോരമയ്ക്ക്, മനോരമ കുടുംബത്തിന്, ജയൻ മാമൻ മാത്യുവിനൊക്കെയുള്ള എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും നന്ദിയും അറിയിക്കുന്നു. ദാദാ സാഹിബ് ഫാൽക്കെ അംഗീകാരം ഇന്ത്യൻ സിനിമയിലെ പരമോന്നതമായ അംഗീകാരം. അത് വ്യക്തിപരമായി എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മലയാള സിനിമയ്ക്ക് കേരളത്തിൻ്റെ സർഗാത്മകതയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ 48 വർഷമായി ഞാൻ സിനിമയിലുണ്ട്. എന്നോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും എന്നോടൊപ്പം സഞ്ചരിക്കാൻ പോകുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ഈ പുരസ്കാരം സമർപ്പിക്കുകയാണ്. ഞാൻ സോ ഹാപ്പി, ഒരുപാട് സന്തോഷം. അതായത് ഞങ്ങളൊക്കെ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന എത്രയോ ആക്ട്രസും ആക്ടേഴ്സും ഉള്ള ഒരു
നമ്മൾ ചെറിയൊരു എൻറ്റിറ്റി ആണെങ്കിലും അൺബിലീവബിൾ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും. അതിൽ നമ്മുടെയൊക്കെ ഏറ്റവും ഇന്നത്തെയും ഏറ്റവും നിത്യഹരിതമായ ശീലാമ്മ, അതുപോലെ അന്നത്തെയും നിത്യഹരിതമായ മമ്മൂട്ടിക്ക, ഇവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു അംഗീകാരം നേടാൻ സാധിച്ചതിൽ ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് നിങ്ങളാണ്, തീർച്ചയായിട്ടും പ്രേക്ഷകരാണ്. അതുപോലെ തന്നെ ഈ 48 വർഷമായിട്ട് എന്നെ സിനിമയിൽ നിർത്തിയിരിക്കുന്ന എൻ്റെ സംവിധായകർ, തിരക്കഥാകൃത്തുക്കൾ, എന്നോടൊപ്പം അഭിനയിച്ച ആൾക്കാർ, എന്നോടൊപ്പം അഭിനയിച്ചിട്ട് എന്നെ വിട്ടുപോയ ആൾക്കാർ, എന്നോടൊപ്പം ഒരു സെറ്റിൽ ജോലി ചെയ്യുന്ന ഏതൊരു ചെറിയ ആക്ടേഴ്സ് ആയാലും അതിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം, നന്ദി, പ്രാർത്ഥന. താങ്ക് യു. Thanks a lot. Thanks a lot for this moment as well. Thank you, everyone. Please. ഇനി